ഇരിങ്ങോൾ നീളംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം സെപ്റ്റംബർ 22-ന്. യജ്ഞാചാര്യൻ കോഴിക്കോട് ജയേഷ് ശർമ്മ യജ്ഞചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ഇരിങ്ങോൾ നീളംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം സെപ്റ്റംബർ 22-നാണ് ആരംഭിക്കുന്നത്. 29-ാം തീയതി വരെയാണ് സപ്താഹയജ്ഞ ചടങ്ങുകൾ നടക്കുക. യജ്ഞാചാര്യൻ കോഴിക്കോട് ജയേഷ് ശർമ്മ യജ്ഞത്തിന് നേതൃത്വം നൽകും. ദിവസേന ഗണപതി ഹോമം, ഭാഗവത പാരായണം, മഹാപ്രസാദ ഊട്ട്, ദീപാരാധന, ഭജന, വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും. സെപ്റ്റംബർ 27-ാം തീയതി വെള്ളിയാഴ്ചയാണ് രുക്മിണി സ്വയംവര ചടങ്ങുകൾ. ചരിത്രപ്രസിദ്ധമായ ഇരിങ്ങോൾക്കാവിന്റെ സഹോദര സ്ഥാനത്തുള്ള ക്ഷേത്രം കൂടിയാണ് നീളംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമെന്ന് ഭാരവാഹികളായ MP സുരേന്ദ്രമേനോൻ, വിജയചന്ദ്രൻ, മുരളീധരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിദ്ധമായ 108 ദേവാലയങ്ങളിൽ എണ്ണപ്പെട്ട UN ലിസ്റ്റിൽ പോലും പെട്ട സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പാരിസ്ഥിതികമായിട്ടും അതേപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടും പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് ഏതാണ്ട് 60ഓളം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ദേവീക്ഷേത്രത്തിൻ്റെ സഹോദര സ്ഥാനത്തുള്ള ദേവനാണ് ഇവിടെ പ്രതിഷ്ഠ. സ്വാമി ചിദാനന്ദപുരിയുടെ ശിഷ്യനായിട്ടുള്ള യജ്ഞാചാര്യൻ ഭാഗവത സുധാംശു ബ്രഹ്മശ്രീ ജയേഷ് ശർമ്മ, അദ്ദേഹം കോഴിക്കോടാണ് സ്ഥലം. അദ്ദേഹത്തിൻ്റെ ആചാര്യതയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,